നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു കേക്കാണ്. നല്ല ടേസ്റ്റുള്ള ഒരു കേക്കാട്ടോ. ഇപ്പോൾ ചക്കയാണെങ്കിൽ ധാരാളം കിട്ടാനുണ്ട്, ചക്കയുടെ സീസൺ ആണല്ലോ. അപ്പോൾ ചക്ക കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മൾ ഈ ഒരു കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടി ഓവൻ ഇല്ലാതെ ബീറ്റർ ഇല്ലാതെ ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നാട്ടുമ്പുറത്തൊക്കെ ചക്കകൾ ധാരാളം ഉള്ളിടത്ത് ഇപ്പം ബീറ്ററൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ മിക്സിയിൽ നിന്നുണ്ടെങ്കിൽ നല്ല അസൽ ചക്ക കേക്ക് ഉണ്ടാക്കാം. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് റെസിപ്പി കാണാം. ഇതപ്പോൾ ചക്ക കേക്ക് ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കേക്കാണ്. കാണാൻ മണം ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മണമാണ്. കട്ട് ചെയ്യണം, കഴിക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ ചിക്കൂസ് ഡേ ഗിവ് അവേ നടക്കുന്ന കാര്യം അറിയായിരിക്കുമല്ലോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗിവ് അവേയിൽ കൊടുക്കുന്ന സമ്മാനങ്ങൾ. വിന്നർക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം വിന്നർക്ക് തന്നെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അതൊന്ന് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചക്ക കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് പഞ്ചസാരയൊന്ന് കരിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമുക്കൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. കുറച്ച് സമയം അങ്ങനെ അനക്കാതെ വെക്കുമ്പോൾ അത് നന്നായിട്ട് അങ്ങ് കരിഞ്ഞ് വരും കേട്ടോ. അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഡാർക്ക് ബ്രൗൺ കളറായിട്ട് വരും. ഈ ഒരു കേക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ഡാർക്ക് കളറാക്കണം, എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ആ ഒരു അത് നോക്കി നിന്ന് വേണം എടുക്കാനായിട്ട്. ഇപ്പം നല്ല ഡാർക്ക് കളറായി വരുന്നുണ്ട്. ഒരു ചെറിയൊരു പുകയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെള്ളം ഒഴിച്ചിരുന്നാൽ മതി. വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തെറുക്കി, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. അത് ഒഴിക്കുമ്പോൾ തന്നെ അതങ്ങ് തിളയ്ക്കുമ്പം ഒന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ അതെല്ലാം അങ്ങ് മെൽറ്റായിക്കോളും. കുറച്ച് സമയം ഒന്ന് ഇരുന്ന് തിളക്കട്ടെ. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അതങ്ങ് മെൽറ്റായി വരും. അപ്പം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഗ്രാമ്പു മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്കിലും ബനാന കേക്കിലും ക്യാരറ്റ് കേക്കിലും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്രാമ്പു. അതായത് ഗ്രാമ്പു മാത്രമായിട്ട് ചേർക്കുമ്പോഴാണ് ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. വേറെ മസാലകളൊന്നും ചേർക്കേണ്ട, അത് മാത്രം മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. അതൊരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റിയേക്കാം. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് മിക്സിയുടെ ജാറിലാണ്. നമ്മുടെ ബനാന കേക്കൊക്കെ ഉണ്ടാക്കിയത് ബീറ്റർ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മിക്സിയിലെ ജാറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ആദ്യം മുട്ട അടിച്ചെടുത്തതിന് ശേഷം വാനില എസൻസ് ചേർത്ത് ഒന്നുകൂടി അടിച്ചാലും മതി. അത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഹൈ സ്പീഡിലിട്ടിട്ടാണ് കേട്ടോ അടിച്ചത്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കാം. ഒരു ലോ സ്പീഡിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതും ലോ സ്പീഡിലിട്ട് തന്നെ അടിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ പഞ്ചസാര കരിച്ചത് നന്നായിട്ട് തണുച്ചിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവുള്ളൂ. നമ്മുടെ ഈ ഒരു കൺസിസ്റ്റൻസി ആണുള്ളത്. ചില സമയത്ത് ഇത് കുറച്ച് നല്ല തിക്കായി പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശകലം വെള്ളവും കൂടി ഒഴിച്ചൊന്ന് അടുപ്പത്ത് വെച്ച് കുറഞ്ഞ തീയിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മെൽറ്റായി വരും. ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. അധികമായി പോകണ്ട. അപ്പോൾ പിന്നെ വന്നിട്ട് തണുത്തതിന് ശേഷം ഒഴിച്ചാൽ മതി. പലർക്കും ഈ ഒരു പ്രശ്നം പറഞ്ഞു, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു കാരമൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരുപാട് സമയം അടിക്കരുത്. ആ പ്രസ് ബട്ടൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മളിത് പഞ്ചസാര അടിച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ 10 ചക്കച്ചോള ഇട്ട് കൊടുക്കുകയാണ്. അതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അരച്ച സമയത്ത് ഒരു 1/2 കപ്പ് ചക്കയുടെ പേസ്റ്റാണ് കേട്ടോ ഉള്ളത്. അത് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ബട്ടൺ വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്തിരുന്നാലും മതി. നമുക്കതൊരു സ്പാച്ചുല വെച്ചോ അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ്, ഒരു 10-12 അണ്ടിപ്പരിപ്പ്, എത്ര വേണേലും ഇടാം കേട്ടോ. കൂടുതൽ ഇടുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അരിച്ചു മാറ്റി വെച്ച മൈദയുടെ കൂട്ടില്ലേ, ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതിൽ നിന്ന് കുറച്ച് മാത്രം 1 ടേബിൾ സ്പൂണൊക്കെ എടുത്ത് മിക്സാക്കി കൊടുക്കാം. അതൊന്നും അടിയിലോട്ട് മാത്രം സെറ്റിൽ ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് നമ്മൾ ഈ ബാറ്ററിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അവസാനം നമ്മൾ കാഷ്യൂ നട്ട്സ് ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ കോട്ട് ചെയ്ത് വെച്ചില്ലേ, അതുകൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം.
നമ്മുടെ ബേക്കിംഗ് ട്രേ ഇവിടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതൊക്കെ വേണേൽ ആദ്യമേ ചെയ്ത് വെക്കാം കേട്ടോ. ഇതിന്റെ സൈസ് വരുന്നത് 8 ഇഞ്ച് നീളവും 4 ഇഞ്ച് വീതിയുമാണ്. ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഈ ഒരു ഷേപ്പിലുള്ള കേക്ക് ട്രേ വേണമെന്നൊന്നുമില്ല കേട്ടോ. റൗണ്ടിലുള്ള കേക്ക് ട്രേ ആയാലും മതി. 7 ഇഞ്ചിന്റെ കേക്ക് ട്രേ ഒക്കെ എടുത്തിരുന്നാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ സ്റ്റീലിന്റെ ചുറ്റുപാട് എടുത്തിരുന്നാലും മതി. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കുറച്ച് മൈദ തൂകിയിട്ട് ഒന്ന് തട്ടിക്കളഞ്ഞിരുന്നാൽ മതി. അപ്പോൾ അത് ശരിക്കും ഒരു ബട്ടർ പേപ്പറിന്റെ ഒരു എഫക്റ്റ് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് ട്രേ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഏകദേശം ഒരു അര ടിന് അല്ലെങ്കിൽ അരയിൽ നിന്ന് കുറച്ചും കൂടെ മുകളിലോട്ട് നിന്നാലും കുഴപ്പമില്ല. നിറച്ചും ഒഴിക്കരുത്. ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റായിട്ട് മീഡിയം ഫ്ലെയിമിൽ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലൊന്നും വെക്കാൻ സമയമില്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അങ്ങ് ചൂടാക്കി എടുത്തിരുന്നാലും മതി, പ്രശ്നമൊന്നുമില്ല. സാധാരണ അലൂമിനിയം പാത്രമല്ലേ. ആ അലൂമിനിയം പാത്രത്തിൽ ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു സാധാരണ ഒരു സ്റ്റീൽ പാത്രവും വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. കേക്കിൻ്റെ സ്മെല്ല് വരുമ്പോൾ ശ്രദ്ധിക്കണം. ഫ്ലെയിമിനനുസരിച്ച് അതിൻ്റെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. അതിപ്പം കറക്റ്റ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. കേക്കിന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ സമയത്തൊന്ന് തുറന്ന് നോക്കിയിരുന്നാൽ മതി. നല്ല ഭംഗിയായിട്ട് പൊങ്ങി വന്നിരിപ്പുണ്ട്. നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ കളർ വരുന്നത്. ഒന്ന് കുത്തി നോക്കുകയാണ്. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിട്ടുണ്ട്. മതി. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാൻ എപ്പോഴും കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധാരണ ഒരു തുണി ഇട്ടിട്ട് ഒരു ടവലിട്ടിട്ട് അങ്ങ് മൂടി വെക്കുക കേട്ടോ ചെയ്യുന്നത്. അതാവുന്ന സമയത്ത് അത് കേക്കിൻ്റെ മോയ്സ്ചർ അങ്ങ് വലിഞ്ഞു പോവുകയില്ല, എന്നാൽ അടച്ച് ഇരിക്കുകയും ചെയ്യും. അത് നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ എടുക്കുകയാണേ. നമ്മുടെ ചക്ക കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ഡാർക്ക് കളറിലാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു രക്ഷയില്ല, മണം അടിപൊളി മണമാണ്. നമുക്ക് കട്ട് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാം. അപ്പോൾ കത്തി വെച്ചൊന്ന് സൈഡിൽ കൂടെ ഒന്ന് ഓടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ഡിമോൾഡ് ചെയ്യാൻ എളുപ്പമാണ്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ബട്ടർ പേപ്പർ അങ്ങ് മാറ്റി കൊടുക്കാം. ആ നല്ലൊരു ഡാർക്ക് കളറാണ്. പിന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. കണ്ട കേക്ക് നല്ല സോഫ്റ്റ് കേക്കാണ്. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ആ ഒരു മോയ്സ്ചർ കണ്ടൻറ്റ്. ഒന്ന് മുറിച്ച് കാണിക്കാം. അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല കേട്ടോ. കറക്റ്റ് പാകത്തിനാണ് ആയിട്ടുള്ളത്. കണ്ട അതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. മണം ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ടെംപ്റ്റേഷനാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കഴിക്കാനായിട്ട്. ഇന്ന് കഴിക്കുന്നതിലും ഏറ്റവും ടേസ്റ്റ് 2 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ്. നമുക്കിതൊരു 3-4 ദിവസമൊക്കെ പുറത്ത് തന്നെ വെക്കാം കേട്ടോ. ഒന്നും ആവില്ല, ചീത്തയൊന്നും ആവില്ല. അതിൽ കൂടുതൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. അത് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല. സാധാരണ ഉണ്ടാക്കുമ്പോൾ 3-4 ദിവസത്തിനുള്ളിൽ 4 ദിവസം തന്നെ എത്താറില്ല. ഞാൻ പിന്നെ കുറച്ച് പീസൊക്കെ എടുത്ത് മാറ്റി വെക്കാറാണ്. എത്ര ദിവസം വെക്കാൻ പറ്റും എന്നറിയാനായിട്ട്. ചക്ക കേക്ക് നല്ല മണമാണ്. കഴിക്കാൻ ഇങ്ങനെ ഭയങ്കര ടെംപ്റ്റേഷൻ ഉണ്ട്. ഒരു 10 ചക്കച്ചുള കിട്ടുവാണെങ്കിൽ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിക്കൂടെ? ഇത് ഞാൻ കഴിക്കട്ടെ. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല ചക്കേൻ്റെ ടേസ്റ്റ് ഉണ്ട്. മാത്രമല്ല നട്ട്സൊക്കെ ഇങ്ങനെ കടിക്കാനായിട്ട് ഇടുന്നുണ്ട്. കുറച്ചുകൂടെ നട്ട്സൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് റിച്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നട്ട്സൊക്കെ ഇടാം. പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ചക്കയുടെ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റാണ് കേക്ക്. നല്ല കളറുണ്ട്. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ചക്ക ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. കുറച്ച് ചക്ക കിട്ടുകയാണെങ്കിലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.